ഗോവിന്ദ മാഷിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് ഒരു പരിജ്ഞാനവും ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ഒരു പരിജ്ഞാനവും ഇല്ല, കാപട്യമാണ് ശരിക്കത്. അപ്പോൾ അത്തരം ഒരു പ്രസ്ഥാനത്തിനകത്ത് വരുന്ന തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പഠിക്കാൻ സാധ്യമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധ്യമല്ല. ഈ പുസ്തകത്തിൻ്റെ പുറം പേജ് വായിച്ചുകൊണ്ട് പുസ്തകത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഒരു പുസ്തകം വായിച്ചിട്ടല്ല പറയുന്നത്. ഈ തരം കാപട്യങ്ങൾ അവരെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് വസ്തുതകൾ അവർ മനസ്സിലാക്കാൻ ഏറെ സമയം പിടിക്കും. ഇന്ന് ജനങ്ങളുടെ ജനവികാരം അവർക്കെതിരാണ്, അത് വസ്തുതയാണത്. അവരംഗീകരിക്കുന്നില്ല. അവരിതിനകത്ത് പുതിയ നറേഷൻസ് കൊണ്ടുവരികയാണ്. ഈ നറേഷൻസ് വെച്ചിട്ട് കേരളം പിടിക്കാന്നവർ ധരിക്കുന്നു. ആ നറേഷൻസ് അല്ല അവർ സഹായപ്പെടുക. ഒരുപക്ഷെ കോൺഗ്രസിന്റെ കഴിവുകേട് അവർ സഹായിച്ചേക്കാം. അത് അവർ ഈ നറേഷൻസിന്റെ സക്സസ് ആണെന്ന് അവർ വിചാരിച്ചാൽ ഏത് തരത്തിലാണോ 25 കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് പശ്ചിമ ബംഗാൾ അവർക്ക് നഷ്ടപ്പെട്ടത്, ഇതേപോലെ തന്നെ കേരളവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 15 കൊല്ലം ധാരാളമാണ്. 15 കൊല്ലത്തേക്ക് പോകില്ലായിരിക്കും. അല്ല, വേണമെന്ന് നിർബന്ധമില്ല. 10 കൊല്ലം തന്നെ ഏറെക്കുറെ ആയി കഴിഞ്ഞു. ഇനി ഭരിക്കാൻ സാധ്യതയില്ല.